ബുദ്ധിമുട്ടുള്ളവർക്ക് സൗകര്യം പോലെ കൈ ശുദ്ധമാക്കുക. വെള്ളം 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 പെട്ടെന്ന് വെള്ളം എടുത്തു. ചന്ദനം ഗ്ലാസ്സിലിട്ട്, അതിലും എള്ള്, പൂവ്, ചന്ദനം ഗ്ലാസ്സിലിട്ട് ഗ്ലാസ് അടച്ചു പിടിച്ച്, ഗ്ലാസ് അടച്ചു വെച്ചോളൂ. ഗ്ലാസ് അടച്ചു പിടിച്ച് ഏറ്റു പറയുക: ഓം ഗംഗേ നമഃ, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു. ആകാശഗംഗ കൊണ്ട് സങ്കൽപ്പ പിതൃതീർത്ഥം കൽപ്പയാമി. സകലതീർത്ഥം ദേഹത്തെളിക്കുക, സകലതീർത്ഥം ദേഹത്തെളിക്കണം. ദേഹശുദ്ധി സമർപ്പയാമി. ഇനി ഇലയിലിരിക്കുന്ന ദർഭ തീർത്ഥം നനച്ച് കയ്യിലെടുക്കണം. ഇലയിരിക്കുന്ന ദർഭ തീർത്ഥം നനച്ച് കയ്യിലെടുത്ത് തൊഴുകയോടുകൂടി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക: ഇഹലോകവാസം വെടിഞ്ഞ എൻ്റെ പിതൃക്കളെ ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ ഇരുത്തുവാനുള്ള പീഠം സമർപ്പയാമി. ആ ഇലയിലേക്ക് ആ ദർഭ വയ്ക്കുക. ആ ഇലയിൽ ദർഭ വെച്ച് തൊട്ട് വന്നിക്കണം. പീഠവന്ധനം സമർപ്പയാമി. ആ ദർഭയിലേക്ക് 3 പ്രാവശ്യം തീർത്ഥം കൊടുക്കണം. ആ ദർഭയിലേക്ക് 3 പ്രാവശ്യം തീർത്ഥം കൊടുക്കണം. ഗംഗാഭിഷേകം സമർപ്പയാമി. ശകലം എള്ളും തീർത്ഥവും കൊടുക്കണം. എള്ളും തീർത്ഥവും കൊടുക്കുക. തിരസ്നാനം സമർപ്പയാമി. ശകലം എള്ളും ചന്ദനവും തീർത്ഥവും കൊടുക്കുക. ചന്ദനവും തീർത്ഥവും കൊടുക്കുക. ഗന്ധാഭിഷേകം സമർപ്പയാമി. വീണ്ടും ഒരു പൂ സമർപ്പിക്കുക. കുസുമാഭിഷേകം സമർപ്പയാമി. ഒരിക്കൽ കൂടി തീർത്ഥം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. ശകലം എള്ള്, പൂവ്, ചന്ദനം തീർത്ഥവും ചേർത്ത് തൊഴുകയോടുകൂടി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഏറ്റു പറയുക: കൈകൾക്ക് എള്ള്, പൂവ്, ചന്ദനം തീർത്ഥവും ചേർത്ത് കൈ തൊഴുകയോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏറ്റു പറയുക: ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസവും പുണർദം നക്ഷത്രവും അമാവാസ തിഥിയും വ്യാഴാഴ്ചയും ചേർന്ന ശുഭദിനത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ എൻ്റെ കുടുംബ പിതൃക്കൾക്ക് അമാവാസി ശ്രാദ്ധം ഊട്ടുവാൻ പിതൃക്കളെ മൂർധാവിൽ നിന്നും സ്വർഗലോകത്തിൽ നിന്നും പീഠത്തിലേക്ക് ആവാഹിക്കുന്നു. ഓം ഏഹി ഏഹി ആഗച്ഛ ആഗച്ഛ മമ പിതരം ദർഭസ്നെ ആവാഹയാമി. മുഖത്തൊരു 3 പ്രാവശ്യം ഒഴിയണം. മുഖത്ത് ഒഴിഞ്ഞ് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ആ ദർഭയിൽ വെച്ച് തൊട്ട് വന്നിക്കണം. പിതൃവന്ദനം സമർപ്പയാമി. വീണ്ടും ഒരു പൂവെടുക്കുക. വീണ്ടും ഒരു പൂവെടുത്ത് ഗണപതിയെ സങ്കല്പിച്ച് മുഖത്ത് ഒഴിയുക. ഒഴിഞ്ഞ് പറയാം: വിഘ്നേശ്വര മാനസ സങ്കല്പ പിതൃപൂജ സമർപ്പയാമി. ആ ദർഭയിലേക്ക് പൂ സമർപ്പിക്കണം. വീണ്ടും ഒരു പൂവെടുക്കുക. വീണ്ടും പൂ തല ഒഴിയുക. തല ഒഴിഞ്ഞ് പറയുക: മാതാമഹി പിതൃ പിതാമഹി അഗ്നിശ്രേധാദി കുടുംബ പിതൃക്കളെയും പീഠത്തിലേക്ക് ആവാഹിക്കുന്നു. ആ ദർഭയിലേക്ക് പൂ സമർപ്പിക്കണം. പവിത്രം ഒന്ന് ഊടി വയ്ക്കണം. പവിത്രം ഒന്ന് ഊടി വെച്ച് സകലം ചോറ് മാറ്റി വെച്ച് ബാക്കിയുള്ള ചോറും പഴവും ചേർത്ത്
ബാക്കിയുള്ള ചോറും പഴവും ചേർത്ത് ഉരുളയായിട്ട് മുറിച്ച് വയ്ക്കുക. കൈ നനച്ച് പവിത്രം ധരിച്ച് സകല തീർത്ഥവും ചേർത്ത് പിണ്ടം കൈയെടുക്കണം. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക: ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ കൊല്ലവർഷം 1200 ആണ്ട് കർക്കടക മാസവും പുണർഗം നക്ഷത്രവും അമാവാസ തിഥിയും വ്യാഴാഴ്ചയും ചേർന്ന ശുഭദിനത്തിൽ താമിരഭരണി നദിക്കരയിൽ ഇഹലോകവാസം വെടിഞ്ഞ എൻ്റെ പിതൃക്കൾക്ക് അമാവാസ ശ്രാദ്ധം കൂട്ടി തൃപ്തിപ്പെടുത്തുന്നു. ആ ദർഭയിലേക്ക് പിണ്ടമർച്ചണം. പിണ്ടവന്ധനം സമർപ്പയാമി. ഇനി കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് നനച്ച് വസ്ത്രം ഉടുപ്പിക്കുന്നതായി സങ്കല്പിച്ച് പിണ്ടത്തിന്റെ മുകളിൽ വയ്ക്കുക. വസ്ത്രാലങ്കാരം സമർപ്പയാമി. ഇനി മാറ്റിവെച്ചിരിക്കുന്ന ചോറ് തീർത്ഥവും ചേർത്ത് പിണ്ടത്തിന് ചുറ്റും 3 പ്രാവശ്യം തൂവേണ്ടതാണ്. തീർത്ഥവും ചേർത്ത് പിണ്ടത്തിന് ചുറ്റും 3 പ്രാവശ്യം തൂവേണ്ടതാണ്. പറയുക: മാതാമഹി പിതൃ പിതാമഹി അഗ്നിശ്രേതാദി കുടുംബ പിതൃക്കൾക്കും പിണ്ടത്തോടൊപ്പം ബലി ഊട്ടി തൃപ്തിപ്പെടുത്തുന്നു. കൈ നനച്ച് പവിത്രമൊന്ന് ഊതി വെച്ച് ആ തൂകിയ സ്ഥലത്ത് നിന്നും ഒരു കഷ്ണം ചോറെടുത്ത് മണപ്പിച്ച് ചെറിയോട്ട് പ്രാണഭക്ഷണം സമർപ്പയാമി. കൈ നനച്ച് പവിത്രമിട്ട് ബാക്കി ഇലയിലിരിക്കുന്ന എള്ള്, പൂവ്, ചന്ദനം തീർത്ഥവും ചേർത്തെടുത്ത് ബാക്കിയിരിക്കുന്ന എള്ള്, പൂവ്, ചന്ദനം തീർത്ഥവും ചേർത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക: ഇഹലോകവാസം വെടിഞ്ഞ എൻ്റെ പിതൃക്കളെ അമാവാസി ശ്രാദ്ധം കൂട്ടി തൃപ്തിപ്പെടുത്തി ശ്രീ വൈകുണ്ഠനാഥൻ മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദം ചേർക്കുന്നു. ഓം ഏഹി ക്ഷമസ്യ മമ പിതരം മഹാവിഷ്ണുപാദേ വിദ്യാസയാമി. കയ്യിലിരിക്കുന്ന പിണ്ടത്തിൻ്റെ മുകളിൽ വയ്ക്കുക. പിണ്ടത്തിൻ്റെ മുകളിൽ നമസ്കരിക്കുക. മുട്ടുകുത്തി നമസ്കരിക്കുക. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് മുട്ടുകുത്തി നമസ്കരിക്കുക. മനസാ വാച കർമ്മണ ശ്രാദ്ധാദി കർമ്മങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസ അമാവാസി ശ്രാദ്ധം സ്വീകരിച്ച് തെറ്റ് ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ. സർവം ക്ഷമസ്യ മമ പിതൃഭ്യേ. ഇങ്ങനെ എടുക്കാവുന്നതാണ്, ചില കൂട്ടിയെടുക്കാവുന്നതാണ്. തലയിൽ മുകളിൽ വെച്ച്
രസീത് വാങ്ങിയവർ ലോകവും അടയ്ക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇരിക്കണമാ സമാനമായി ചെയ്യുമ്പോ കുറച്ച് പേര് ഇറങ്ങിയിട്ട് അവർ കയറിയ പിന്നീട് അടുത്ത് ഇറങ്ങണേ. ആ ഇറങ്ങില്ല ഇറങ്ങില്ല. ആ മൂന്ന് പ്രാവശ്യം ഒഴിയുക. ഒഴിഞ്ഞ് ദർപ്പയിലേക്ക് തൊട്ട് വന്ദിക്കണം. പിതൃവന്ദനം സമർപ്പയാമി. ഒരു പൂ എടുക്കുക. ഗണപതിയെ സങ്കല്പിച്ച് മുഖത്ത് ഒഴിയണം. മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പറയുക വിഘ്നേശ്വര മാനസ സങ്കല്പ പിതൃപൂജ സമർപ്പയാമി. ദർപ്പയിലേക്ക് പൂ സമർപ്പിക്കുക. വീണ്ടും ഒരു പൂ എടുക്കുക. തലയൊഴിയുക. തലയൊഴിഞ്ഞ് പറയുക മാതൃ മാതാമഹി പിതൃ പിതാമഹി അഗ്നിശ്രേധാദി കുടുംബ പിതൃക്കളെയും പീഠത്തിലേക്ക് ആവാഹിക്കുന്നു. അതർപ്പയുടെ മുകളിലേക്ക് പോയിട്ട് പവിത്രം ഒന്ന് ഓരി വെച്ച് ശകലം ചോറ് മാറ്റിവെച്ച് പവിത്രം ഓരി വെച്ച് ശകലം ചോറ് മാറ്റി വെച്ച് ബാക്കിയുള്ള ചോറ് പഴവും ചേർത്ത് ഉരുളയായിട്ട് കൊടുക്കുന്നു. വിലയിൽ വെച്ച് കൈ നനച്ച് പ്രസാദം
കുറച്ച് നേരം ഇപ്പുറത്ത് ഇറങ്ങി. ആ സാർ ആ ആ പവിത്രം ഒന്ന് ഊരി വെച്ച് പവിത്രം ഒന്ന് ഊരി വെച്ച് ശകലം ചോറ് മാറ്റി വെച്ച് ബാക്കിയുള്ള ചോറ് പഴവും ചേർത്ത് ഉരുളയായിട്ട് വെട്ടുക. ശകലം ചോറ് മാറ്റി വെച്ച് ബാക്കിയുള്ള ചോറ് പഴവും ചേർത്ത് ഉരുളയായിട്ട് ഉരുട്ടി വയ്ക്കുക. കൈ നനച്ച് പവിത്രമിട്ട് മുന്നോട്ട് ചെയ്തോ. കൈ നനച്ച് പവിത്രം വീണ്ടും ധരിച്ച് കൈ നനച്ച് പവിത്രം വീണ്ടും ധരിച്ച് തീർത്ഥവും ചേർത്ത് പിണ്ടം കയ്യിലെടുക്കുക. പവിത്രം ധരിച്ച് തീർത്ഥവും ചേർത്ത് പിണ്ടം കയ്യിലെടുക്കുക. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക: ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസവും പുണർദം നക്ഷത്രവും അമാവാസ തിഥിയും വ്യാഴാഴ്ചയും ചേർന്ന ശുഭദിനത്തിൽ താമിരഭരണി നദിക്കരയിൽ ഇഹലോകവാസം വെടിഞ്ഞ എന്റെ പിതൃക്കൾക്ക് അമാവാസ ശ്രാദ്ധം ഊട്ടി തൃപ്തിപ്പെടുത്തുന്നു. ആ ദർഭയിലേക്ക് പിണ്ടം മറിച്ചു വയ്ക്കണം. ആ പിണ്ടത്തിലേക്ക് ശകലം എള്ള്, പൂവ്, ചന്ദനം, തീർത്ഥവും ചേർത്ത് പിണ്ടത്തിന്റെ മുകളിൽ വെക്കുകയാണ്. കഞ്ഞിധർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര അങ്കണത്തിൽ കഞ്ഞിധർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഇറങ്ങണം. കുറച്ച് പേര് അപ്പുറത്ത് ഇറങ്ങണം. അപ്പുറത്ത് കിടക്കും.